കോട്ടയത്ത് രോഗിയുമായി പോയ വാഹനത്തിന്റെ ചില്ല് തല്ലി തകർത്ത് കോൺഗ്രസ് പ്രവർത്തകർ. മെഡിക്കൽ കോളേജിന് മുന്നിലെ സമരത്തിനിടെ വാഹനം കടന്നുപോയപ്പോൾ പ്രവർത്തകരെ തട്ടിയെന്നാരോപിച്ചായിരുന്നു അക്രമം. മെഡിക്കൽ കോളേജിലെ വിവാദങ്ങൾ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പ്രവേശന കവാടത്തിന് സമീപം റോഡിനോട് ചേർന്ന് പന്തൽ കെട്ടിയാണ് സമരം. പ്രവർത്തകരിൽ അധികവും പന്തലിന് പുറത്തായി റോഡ് കയ്യേറി പ്രസംഗം കേൾക്കുന്നു. ആംബുലൻസുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയിൽ ഗതാഗതം ബുദ്ധിമുട്ടിലായി. ആശുപത്രിയിൽ നിന്ന് ചികിത്സയ്ക്ക് ശേഷം പുറത്തേക്കിറങ്ങിയ ഒരു കാർ പ്രവർത്തകർക്കിടയിലൂടെ ബുദ്ധിമുട്ടി മുന്നിലേക്ക് നീങ്ങി. ഇതിനിടെ കാർ ദേഹത്ത് തട്ടിയെന്ന് പറഞ്ഞ് പ്രതിഷേധക്കാർ വാഹനം തടഞ്ഞു നിർത്തി. കാറിന്റെ മുൻഭാഗത്തെ ചില്ലടിച്ച് തകർത്തു. സമരം നിയന്ത്രിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൺമുന്നിലാണ് സംഭവം നടന്നത്. ആംബുലൻസ് പോയതിനു ശേഷം സാറ് പറഞ്ഞ് മുന്നോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ എടുത്തു വരും. അപ്പം ഞാൻ ഹോൺ ഓടിച്ചു, ഞാൻ എടുത്തു പോരുമായിരുന്നു. അന്നേരത്തേക്കിന് ഇത് മുട്ടിയതാന്ന് തോന്നുന്നു. അപ്പം ആ ചേട്ടൻ സൈഡിൽ ഇങ്ങനെ തട്ടി. അപ്പം ഞാൻ ചവിട്ടി നിർത്തി. അന്നേരത്തേക്കിന് ആ ചേട്ടൻ എന്നോട് ചൂടായിട്ട് പറഞ്ഞു എങ്ങനെയാണ് അവിടെ പോകുന്നതെന്ന് ചോദിച്ചോണ്ട് വന്നിട്ട് ഒറ്റ അടി അടിച്ചു പൊട്ടി. ഇപ്പൊ സാറുമാര് പറഞ്ഞു പൊക്കോളാൻ അങ്ങ് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ കാർ യാത്രികനോട് പ്രകോപനപരമായി പെരുമാറിയ പ്രവർത്തകർ സംഭവം വിവാദമാകുമെന്ന് കണ്ടതോടെ സമവായ ചർച്ചയിലേക്ക് കടന്നു. ക്യാൻസർ രോഗിയുമായി മെഡിക്കൽ കോളേജിന് പുറത്തേക്കിറങ്ങിയ ഞാലിയാക്കുഴി സ്വദേശിയുടെ കാറാണ് രോഗികൾക്ക് വേണ്ടി സമരം ചെയ്ത സമര പോരാളികൾ തകർത്തത്. ആംബുലൻസുകളും രോഗികളുടെ വാഹനങ്ങളും ഉൾപ്പെടെ കടന്നു പോകേണ്ട റോഡിൽ ഗതാഗതം താറുമാറാക്കിയായിരുന്നു സമരമെന്നതും കാണാതെ പോകരുത്. ന്യൂസ് മലയാളം, കോട്ടയം.